തെരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായി കേസിലായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിന്റെ രണ്ടാം ഭാഗവും എഴുതിയിട്ടേ താൻ അടങ്ങിയിരിക്കുകയുള്ളൂ എന്ന് കുഞ്ഞബ്ദുള്ള. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ജില്ലാ UDF കമ്മിറ്റിയാകും ഗാനം പുറത്തിറക്കുക. ജയിലിൽ കഴിയുന്ന ദേവസ്വം മുൻ കമ്മീഷണർ N. വാസു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതുന്ന കത്താണ് തന്റെ രണ്ടാമത്തെ പാട്ടിന്റെ ഉള്ളടക്കമെന്ന് GP കുഞ്ഞബ്ദുള്ള പറയുന്നു. പാട്ടിന്റെ പേരിൽ കുഞ്ഞബ്ദുള്ളക്കെതിരെ എടുത്ത കേസിൽ നിന്ന് താൻ ഒളിച്ചോടില്ല എന്നും നിയമപരമായി നേരിടുമെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM-ന് പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ലാതായി പോയപ്പോഴാണ് അണികളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഈ പാട്ടെടുത്ത് മുന്നോട്ട് വെച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അതിന് കിട്ടിയ വടിയായാണ് ഈ പാട്ടിന്റെ മേൽ പഴിച്ചാരുന്നത്. അല്ലാതെ ഈ ഒരൊറ്റ പാട്ടുകൊണ്ട് CPM എന്ന കാഡർ പാർട്ടി തകർന്നു പോവില്ല. കേസ് തങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പറഞ്ഞത് എന്നും GP കുഞ്ഞബ്ദുള്ള. എന്തായാലും കുഞ്ഞബ്ദുള്ളയുമായി നടത്തിയ ഒരു അഭിമുഖത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഒരു മാധ്യമത്തിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങളാണിത്. 2.5 മാസം മുൻപ് ഇദ്ദേഹം എഴുതിയ പാട്ടാണ്. അടിസ്ഥാനപരമായി ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. സർക്കാരിനെതിരായി ഒരു പാട്ടെഴുതി എന്നത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ പാട്ടിൽ എവിടെയെങ്കിലും മതനിന്ദ കാണിച്ചു തരാമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം.